അദാനി വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷം കറുത്ത മാസ്ക് ധരിച്ച് ഭരണഘടനയുടെ പകർപ്പുമായി പ്രതിഷേധ മാർച്ചുമായിട്ടാണ് എംപിമാർ ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയത്. ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. കിരൺ ബാബു ചേരുന്നു. കിരൺ, പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പല രൂപത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് വളരെ വ്യത്യസ്ത പ്രതിഷേധമാണ് നടക്കുന്നത്. എന്താണ് ഇന്ന് പാർലമെന്റിലെ പ്രതിപക്ഷ നീക്കം? സജിത്തെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർലമെന്റിൽ അദാനി വിഷയം അതിശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ നിരയിൽ ഭിന്നതയുണ്ട് എങ്കിൽ പോലും കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് തുടരുന്നത്. ഇന്ന് വ്യത്യസ്തമായ ഒരു പ്രതിഷേധ വഴിയാണ് കോൺഗ്രസും പ്രതിപക്ഷ എംപിമാരും സ്വീകരിച്ചത്. കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഇന്ന് അവർ പ്രതിഷേധത്തിന് എത്തിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ചായിട്ടാണ് പാർലമെന്റിലേക്ക് ഇവരെല്ലാവരും എത്തിയത്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് വന്നത്. കഴിഞ്ഞ ദിവസം മോദി അദാനിയും ഒന്നാണ് എന്നുള്ള സ്റ്റിക്കർ പതിച്ചുകൊണ്ടുള്ള ഓവർകോട്ട് ധരിച്ചുകൊണ്ടാണ് എത്തിയെങ്കിൽ ഇന്ന് മാസ്കിൽ ഇത് എഴുതിക്കൊണ്ടാണ്, കറുത്ത മാസ്കിൽ ഇത് എഴുതിക്കൊണ്ടാണ് എത്തിയത്. ഇന്നും പാർലമെന്റിന്റെ സഭ ചേർന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സഭ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം ഉയരുന്നതിന് മുമ്പ് തന്നെ സ്പീക്കർ 12 മണിവരെ സഭ നിർത്തിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു. അദാനി വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ ഇതിനെതിരെ ഭരണപക്ഷ നിരയിൽ നിന്ന് BJP-യിൽ നിന്ന് അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറസും അതോടൊപ്പം തന്നെ ആഗോള അന്വേഷണ ഏജൻസിയായ OCCRPയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, അതിന്റെ ഫലമാണ് ഇത്തരം ആരോപണങ്ങൾ എന്നുള്ള വിഷയം അവർ ഉന്നയിച്ചിരുന്നു. നിഷികാന്ത് ദുബെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ BJP-യുടെ മറ്റൊരു നേതാവായ സമ്പ്രദ പത്ര നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്, കോൺഗ്രസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലേക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മാറി നിന്നാലും ഈ വിഷയത്തിലേക്ക് പിന്നോട്ടില്ല. അദാനി വിഷയത്തിൽ ഉറച്ചു തന്നെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. പാർലമെന്റിൽ അസാധാരണ രംഗങ്ങൾക്കാണ്. കറുത്ത ബാഡ്ജ് ധരിച്ച് ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് മാർച്ചായിട്ടാണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിലേക്ക് എത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. So what is the new form of protest? There is Ambedkar death anniversary, the person who made the Constitution of India. Indian constitutional right has been violated here for Adani. So we are doing a symbolic protest. Yesterday also the government said that why opposition is protesting and their allegations were countered against Congress only, sir. No, actually, whenever there is a big corruption happen, whenever the name of Adani coming, Government of India want to divert that issue. That is why they are diverting. Let them divert, but we will persist on it. We will continue. യെസ്, ഇതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. നമ്മൾ കാണുന്നത് പോലെ കടുത്ത പ്രതിഷേധമാണ് നടത്തുന്നത്. കിരൺ, ഈ പ്രതിപക്ഷ നിരയിൽ എന്ത് വിഷയം ഉന്നയിക്കണം എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത. എന്തായാലും ഈ ആശയക്കുഴപ്പം ഉണ്ടോ ഇല്ലെങ്കിലോ എന്നതിനും അപ്പുറത്തേക്ക് അദാനി വിഷയം ശക്തമായി ഉന്നയിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമുണ്ട്. അത് അതേ തരത്തിൽ പാർലമെന്റിൽ പ്രകടമാവുന്നു. അങ്ങനെയാണോ സംഭവിക്കുന്നത്? സജിത്ത്, നേരത്തെ ആയാലും പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖർക്കെതിരെയൊക്കെ ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷ നിരയിലും ഭരണപക്ഷ നിരയിലും ഒക്കെ ആ വിഷയത്തിൽ ഒരു ഐക്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുന്നതിനപ്പുറത്തേക്ക് അതൊരു ധാരണയിലൊക്കെ പോകുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അദാനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് ആവർത്തിച്ച് വിഷയം ഉന്നയിക്കുന്നത് കോൺഗ്രസിൽ പോലും രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു. കോൺഗ്രസിലെ പോലും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ അത്തരമൊരു ആരോപണത്തിന് ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അതിശക്തമായ രീതിയിലേക്ക് അതിന് പിന്തുണ നൽകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഒരു തരത്തിലും രാഹുൽ ഗാന്ധി ഇതിൽ നിന്ന് പിന്നോട്ടേക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിലടക്കം അദാനിക്കെതിരെയുള്ള അദാനിയുടെ തെറ്റുകൾ സംബന്ധിച്ച ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരികയും വിവിധ രാജ്യങ്ങളിലടക്കം അത്തരം കേസുകളൊക്കെ നിലവിൽ വരികയും ചെയ്തതോടുകൂടിയാണ് കൂടുതൽ ശക്തമായ രീതിയിലേക്ക് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത് വന്നത്. ആദ്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നോക്കം പോകാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷ നിരയിൽ തന്നെ പലരും എതിർത്തു. പ്രധാനമായും തൃണമൂൽ കോൺഗ്രസ് ആണ് എതിർത്തത്. അതോടൊപ്പം തന്നെ SP യും എതിർത്തു. SP പരസ്യമായി എതിർപ്പ്
എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ് പരസ്യമായി തന്നെ മറ്റൊരു നിലപാടിലേക്ക് പോയി. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ സമാജ്വാദി പാർട്ടി പങ്കെടുത്തിരുന്നില്ല. പല സംസ്ഥാനങ്ങളിലും അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറുകളൊക്കെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ആ കരാറുകൾ കൊണ്ട് ഇവർ പലരും ഈ അന്വേഷണത്തിന് നിഴലിലേക്ക് വരും എന്നുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ തൽക്കാലം ഈ വിഷയം ഇടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും ആ വിഷയത്തിൽ തന്നെ ആവർത്തിച്ച് ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്നും അതേ വിഷയത്തിൽ തന്നെ സമരം തുടരുകയും ചെയ്യുകയാണ്. യെസ്, അതാണ് സാഹചര്യം.